ഈ വീഡിയോയിൽ മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്വാസതടസ്സം, ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക്, സാധാരണ ആങ്സൈറ്റി, ടെൻഷൻ കൂടുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ശ്വാസതടസ്സത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ശ്വാസതടസ്സം എന്തുകൊണ്ടുണ്ടാകുന്നു? ബ്രീത്ത്ലെസ്നെസ് എന്ന് പറയും. ഈ ബ്രീത്ത്ലെസ്നെസ്, ശ്വാസതടസ്സം എങ്ങനെ ഉണ്ടാകുന്നു? അതിനു മുമ്പ് ഞാൻ വളരെ ക്ലിയറായ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറയുന്ന പാനിക് അറ്റാക്ക് ആണെങ്കിലും, പാനിക് ഡിസോർഡർ ആണെങ്കിലും, ആങ്സൈറ്റി ആണെങ്കിലും, ടെൻഷൻ ആണെങ്കിലും, സ്ട്രെസ് ആണെങ്കിലും, നെർവസ്നെസ് ആണെങ്കിലും, മാനസിക സമ്മർദ്ദമാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു ഹാനിയും ഉണ്ടാക്കുന്നതല്ല. അവ നിങ്ങളുടെ ശരീരത്തിൻ്റെ വളരെ സ്വാഭാവികമായ, സാധാരണമായ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അത് വരുന്നത് തന്നെ നിങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം, അത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് തന്നെ നിങ്ങളുടെ ശരീരത്തെ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ ഈ പാനിക് അറ്റാക്ക് വരുമ്പോഴോ, ആങ്സൈറ്റി വരുമ്പോഴോ, ടെൻഷൻ വരുമ്പോഴോ, ആങ്സൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴോ, പലതരം പേടികൾ നമുക്ക് വരുമ്പോഴോ ഒരു കാരണവശാലും അതിനെ പേടിക്കേണ്ട കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണം ഞാൻ തന്നെയാണ്. 23 വർഷം മുന്നേ എനിക്ക് ഈ പാനിക് അറ്റാക്കും, ആങ്സൈറ്റിയും, സ്ട്രെസ്സും, പാനിക് ഡിസോർഡറും എല്ലാം, അതിൻ്റെ കൂട്ടത്തിലുള്ള ഡിപ്രഷനും പലതവണ വന്നിട്ടും ഇപ്പോഴും എൻ്റെ ശരീരത്തിനോ മനസ്സിനോ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ച, ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്ത ഒരു വ്യക്തിയോടും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് കഴിഞ്ഞ 6 വർഷമായി അദ്ദേഹത്തിന് പാനിക് ഡിസോർഡർ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ പാനിക് ഡിസോർഡർ 6 വർഷമായി ഉണ്ടായിട്ടുള്ള താങ്കൾ അവസാനമായി ഡോക്ടറെ കണ്ട് ECG എടുത്തത് എപ്പോഴാണ്? അദ്ദേഹം പറഞ്ഞു, 2 ആഴ്ച മുമ്പ് ഞാൻ ഡോക്ടറെ വീണ്ടും കണ്ടിരുന്നു, വല്ലാത്ത ഒരു ലക്ഷണം വന്നു, എനിക്ക് ECG എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ECG മാത്രമല്ല, മറ്റ് ശരീരത്തിലെ ടെസ്റ്റുകളും ചെയ്തിരുന്നു. 6 വർഷമായി ഈ പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക് അനുഭവിച്ചിരുന്ന ആ വ്യക്തിക്കും ECGയിലോ മറ്റ് ശാരീരികമായിട്ടുള്ള ടെസ്റ്റുകളിലോ ഒരു പ്രശ്നവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മാത്രം അനുഭവം വെച്ച് പറയുകയല്ല, എല്ലാവരുടെയും അനുഭവം വെച്ച് പറയുകയാണ്. നിങ്ങൾ പലർക്കും വളരെ കാലമായി, 2 വർഷമായോ 3 വർഷമായോ 4 വർഷമായോ അതിന് കൂടുതലോ പാനിക് ഡിസോർഡറോ പാനിക് അറ്റാക്സോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ദയവ് ചെയ്തൊരു ഡോക്ടറെ പോയി കാണണം, ടെസ്റ്റുകൾ ചെയ്യൂ. നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും ഇത്രയും ദിവസം ഞാനിത് അനുഭവിച്ചതിന് ശേഷവും എനിക്ക് ശാരീരികമോ മാനസികമായോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പേടി മനുഷ്യ സഹജമാണ്, നമുക്ക് പേടി ഉണ്ടാവും, അത് സ്വാഭാവികമായും വരുന്നതാണ്. ഇനി ഈ ശ്വാസതടസ്സം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നാലോചിക്കാം. ഈ ശ്വാസതടസ്സം ഉണ്ടാവുന്നത്, ഒരു ഉദാഹരണം ഞാൻ തരാം. നിങ്ങൾ ഒരു പട്ടി, ഒരു നായ നിങ്ങളെ കടിക്കാൻ ഓടിക്കുകയാണ് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ നല്ല സ്പീഡിൽ ഓടുന്നു. ആ നായ നിങ്ങളെ ഉപേക്ഷിച്ച്, അതായത് അത് അതിൻ്റെ വഴിക്ക് പോയി. നിങ്ങൾ അത്രയും നേരം നല്ല സ്പീഡിൽ ഓടുകയായിരുന്നു, നിങ്ങളുടെ ശരീരം വർക്ക് ചെയ്യുകയായിരുന്നു, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ഓടിക്കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്തെത്തി പുറകോട്ട് തിരിഞ്ഞു നോക്കി നായ വരുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. കുനിഞ്ഞു നിന്ന് നല്ല രീതിയിൽ ശ്വാസം വലിച്ചു വിടാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഒരു അവസ്ഥ വരും. പൂർണ്ണമായും ശ്വാസം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. ആ അവസ്ഥയും ശ്വാസം മുട്ടൽ തന്നെയാണ്. പക്ഷെ അത്തരം അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും പേടിക്കാറില്ല. നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ആ നായയെ പേടിച്ച് ഞാൻ ഓടി, അങ്ങനെ ഓടിയത് കൊണ്ട് എനിക്കുണ്ടായ ഈ പറയുന്ന ശ്വാസം മുട്ടലാണ് ഉണ്ടായത്, അതല്ലാതെ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? നായ നമ്മളെ ഓടിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം ട്രിഗർ ചെയ്തു, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലായി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ സ്പീഡ് കൂടി. അങ്ങനെ സ്പീഡ് കൂടിയപ്പോൾ പെട്ടെന്ന് ആ സ്പീഡ് കുറയ്ക്കുവാനുള്ള സാഹചര്യം ശരീരത്തിന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഒരു 3-4 മിനിറ്റ് സമയമെടുത്ത് നമ്മളവിടെ ഇരുന്ന് ദീർഘമായി ശ്വാസം പല പ്രാവശ്യം വിട്ട്, പലപ്പോഴും നമുക്കത് പറ്റിയെന്ന് വരില്ല, പലപ്പോഴും ദീർഘമായി ദീർഘനിശ്വാസം വീണ്ടും വീണ്ടും എടുത്ത് കുറച്ച് റിലാക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും നോർമൽസിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഹാർട്ട് ബീറ്റ് കൂടിയിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ ഈ ശ്വാസം മുട്ടലും നമ്മൾ
അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന പ്രശ്നം ഇത് തന്നെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിലും സംഭവിക്കുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന് സ്പീഡ് കൂടുന്നു. എന്തുകൊണ്ട് കൂടുന്നു? നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ധാരാളം ഓക്സിജൻ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് എത്തിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡാണ്. ആ ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിലെ ചോരയുടെ സംക്രമണം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന രീതി വഴി ഈ ഓക്സിജനെയും കൊണ്ടു ചെല്ലുന്നു. കൂടുതൽ ഓക്സിജൻ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫാസ്റ്റായി ബ്രീത്ത് ചെയ്തേ മതിയാകൂ. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരിഭ്രമത്തിൽ നമ്മൾ അതിനെ, അതായത് പണ്ട് ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നായ നിങ്ങളെ ഓടിച്ചതുപോലെയുള്ള സാഹചര്യം ഒരു പാനിക് അറ്റാക്ക് വരുമ്പോൾ ഇല്ല. നിങ്ങൾ ഓടുന്നില്ല, നിങ്ങൾ എവിടെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ കിടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പേടിച്ചു പോകുന്നത്. ഒരു സാഹചര്യവുമില്ലാതെ എനിക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് വന്നു, ശ്വാസ തടസ്സം വന്നു എന്ന്. സ്വാഭാവികമായിട്ടും നമ്മൾ പേടിക്കുന്നു. പേടിക്കുമ്പോൾ വീണ്ടും ആങ്സൈറ്റി സിംറ്റംസ്, ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് തന്നെ വീണ്ടും ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ശ്വാസമുട്ടൽ അനുഭവിക്കുകയാണ് ചെയ്യുക. ഇതാണ് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ശ്വാസം പൂർണ്ണമായിട്ട് ലഭിക്കാത്ത അവസ്ഥ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്നൊക്കെ പറയുന്ന ഈ പ്രശ്നം. ആങ്സൈറ്റിയുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. പക്ഷെ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ കാണണം. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ശാരീരികമായി യാതൊരു കുഴപ്പവുമില്ല, ഇത് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പാനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കൺഫേം ചെയ്യാവൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾ ആങ്സൈറ്റി ചികിത്സയ്ക്ക് പോകാവൂ. ഇനി ഇതിന് ആങ്സൈറ്റി ചികിത്സ എങ്ങനെയാണ്? നിങ്ങൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതിന് സമയം കൊടുക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു ശ്വാസ തടസ്സമല്ല. അതൊരു സാധാരണ ശ്വാസ തടസ്സം. ഓക്സിജൻ കൂടുതൽ വേണ്ടതുകൊണ്ട്, നിങ്ങളുടെ ശരീരം കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, ശ്വസനത്തിന്റെ റേറ്റ് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സാധാരണമായിട്ടുള്ള ഒരു ശ്വാസ തടസ്സമാണ്. അതൊരു 10-15 പ്രാവശ്യം ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കോളും എന്നുള്ള അത് വ്യക്തമായി മനസ്സിലാക്കുക. അതിനുശേഷം വേണം നിങ്ങൾക്ക് ഇതിനെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്നൊരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യാം. എങ്ങനെയാണ്? നിങ്ങളുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ലങ്സിലേക്കാണ് ചെല്ലുക. ആ ലങ്സിലേക്ക് ചെല്ലുന്ന ബ്രീത്തിങ്ങിന് പകരം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡയഫ്രത്തിനെ താഴത്തോട്ട് തള്ളുക. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിബ് കേജിന്, നിങ്ങളുടെ ശ്വാസകോശത്തിൽ ഈ എല്ലുകളുണ്ട്. ശ്വാസകോശത്തിന് മുകളിലായി റിബ്സ് എന്ന് പറയും, വാരിയെല്ലുകൾ. ഈ വാരിയെല്ലിന് താഴെ ഇവിടെ നമ്മളെ വയറിനെയും നമ്മുടെ മുകളിലത്തെ ഈ ശ്വാസകോശം, ഹൃദയം, ഈ ഭാഗത്തെയും വേർതിരിക്കുന്ന ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രത്തിനെ താഴേക്ക് തള്ളുന്ന രീതിയിൽ നിങ്ങൾ ശ്വസിക്കണം. ഗൂഗിളിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പറഞ്ഞു തരും. ആ സമയത്ത് ശ്വാസകോശങ്ങൾ വികസിക്കുന്നതിന് പകരം നിങ്ങളുടെ വയറായിരിക്കും വികസിക്കുക. അതാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ശ്വാസകോശങ്ങൾ വികസിക്കുന്നതിന് പകരം നിങ്ങളുടെ വയർ വികസിക്കുന്നു. അങ്ങനെ വയർ വികസിക്കുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് ആക്ച്വലി സംഭവിക്കുന്നത് വയറിലല്ല, നിങ്ങളുടെ ലോവർ ലങ്സിലാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പർ ലങ്സിലാണ് കൂടുതൽ വായു ചെല്ലുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലോവർ, അതായത് ലോവറിലാണ് കൂടുതൽ വ്യാപ്തമുള്ളത്. ലങ്സിന്റെ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ലോവറിലാണ് ലങ്സിന്റെ കൂടുതൽ വ്യാപ്തി. അവിടേക്ക് വായുവിനെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് ഈ ലോവർ ലങ്സിലേക്ക് ഈ ഡയഫ്രത്തിന് താഴത്തേക്ക് പുഷ് ചെയ്യുന്നത് പോലെ നിറയ്ക്കുന്നത് വഴി കൂടുതൽ ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു. അങ്ങനെ നിങ്ങളുടെ ഈ ശ്വാസ തടസ്സം വേഗം മാറുന്നു എന്നർത്ഥം. ഡീപ്പ് ബ്രീത്തിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഡയഫ്രമാറ്റിക് ഡീപ്പ് ബ്രീത്തിങ്. അതെന്താണ് എന്നുള്ളത് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം. പക്ഷേ 1-2 റിസൾട്ട് നോക്കാവൂ. ഒരുപാട് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഈ ബ്രീത്ത്ലെസ്നെസ് എന്ന് പറയുന്നത് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട്, പാനിക്കുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ സ്വാഭാവികമായ പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ വളരെ വളരെ സ്വാഭാവികമായ നാച്ചുറലായ
റിയാക്ഷൻ മെത്തേഡാണ്. ഈ പാനിക് അറ്റാക്കോ ആങ്സൈറ്റിയോ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഇന്നോ നാളെയോ ഒരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാവുന്നതല്ല എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കരുത്, വിഷമിക്കരുത്.